നിലവിൽ ഇത്തരത്തിൽ ബെയിലി പാലം നിർമ്മിക്കുന്നത് വരെ ഈ ഒരു മുണ്ടക്കൈ ടൗൺ അടക്കമുള്ള പ്രദേശങ്ങളിൽ രക്ഷാപ്രവർത്തനം ഏറെ ദുഷ്കരമായിരുന്നു. പക്ഷേ ഇന്നലെ വൈകിട്ടോടുകൂടി ഇത്തരത്തിൽ ബെയിലി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായതോടെ അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള പരിശോധന ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നാൽ ഇപ്പോൾ നമ്മൾക്ക് കിട്ടിയിരുന്ന ആ പ്രതീക്ഷയുടെ കണിക ഇപ്പോൾ നിഷ്ഫലമായി പോകുന്നു എന്നുള്ള സങ്കടകരമായിട്ടുള്ള വിഷമകരമായിട്ടുള്ള വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ലഭിച്ച ഇത്തരത്തിൽ ലഭിച്ച ആ ഒരു സ്കാനിങ്ങിൽ നിന്ന് നെഗറ്റീവ് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള സൈനുകളൊന്നും തന്നെ റഡാറിന്റെ പരിശോധനയുടെ മൂന്നാമത്തെ സ്കാനിങ്ങിൽ ലഭിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും ഒന്നുകൂടി ചെറിയൊരു മുറിഞ്ഞു പോക്കുണ്ട് ശബ്ദത്തിൽ, അതുകൊണ്ടാണ്. എന്താ മൂന്നാമത്തെ ഈ സ്കാനിങ് കഴിഞ്ഞോ? ഇത്തരത്തിൽ മൂന്നാമത്തെ തവണയും ഇതിന് സമാനമായ രീതിയിൽ തന്നെ നേരത്തെ ചാർജ് കഴിഞ്ഞതിനെ തുടർന്ന് പിന്നീട് ചെറിയ സമയത്ത് ബ്രേക്ക് എടുത്തതിന് ശേഷം വീണ്ടും ഇതേ സ്ഥലത്ത് നേരത്തെ 2 തവണയും സ്ട്രോങ് സിഗ്നൽ ലഭിച്ച സ്ഥലത്ത്, പോസിറ്റീവ് സിഗ്നൽ ലഭിച്ച സ്ഥലത്ത് ഇത്തരത്തിൽ വീണ്ടും അവിടെ സ്കാനിങ് നടത്തിയിരുന്നു. ഇപ്പോൾ ആ സ്കാനിങ്ങിന്റെ വരം ഇപ്പോൾ പുറത്തു വരുന്ന സമയത്ത് ഇത്തരത്തിൽ അവിടെ നിന്ന് കിട്ടുന്നത് ഒരു നെഗറ്റീവ് തരത്തിലുള്ള, അല്ലെങ്കിൽ നമ്മൾക്ക് പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന തരത്തിലുള്ള ഒരു റിസൾട്ട് അവിടെ ഒന്നും ലഭിക്കുന്നില്ല. എന്തായാലും അവിടെ ഇപ്പോൾ ഇത്തരത്തിൽ അവിടെ നിന്ന് പരിശോധനകൾ എന്തായാലും ഇപ്പോൾ പൂർണ്ണമായും നിർത്തിവെക്കുന്നില്ല എന്നാണ് നമ്മൾക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ സൈനികർ ഇവിടെ നിന്ന് ചെറിയ തോതിൽ മടങ്ങി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ മറ്റ് രക്ഷാപ്രവർത്തകരും ദ്രുതകരണ സേനാംഗങ്ങളും ഒക്കെ തന്നെ ഇവിടെ ചെറിയ തോതിൽ ക്യാമ്പ് ചെയ്തുകൊണ്ട് തന്നെ ഇവിടെ ഇനിയും പരിശോധനകൾ നടത്തുന്നുണ്ട്. ആളുകളൊക്കെ തന്നെ വലിയ തോതിൽ ഇവിടെ വലിയ പ്രതീക്ഷയിൽ അവിടെ നിന്നിരുന്നു. അപ്പോൾ അവർക്കൊക്കെ തന്നെ വലിയ തോതിൽ സാരംഗ് മടങ്ങിയെത്താം. ഗൂഗിൾ തുടരുന്നുണ്ടെന്ന് തോന്നുന്നു. ഗൂഗിൾ, ഈ പുതിയ പരിശോധനയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരങ്ങളുണ്ടോ? അതായത് പുതിയ പരിശോധനയിൽ, മൂന്നാമത്തെ പരിശോധനയിൽ അങ്ങനെ ഒരു റിസൾട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ജീവന്റെ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല ആ ഭാഗത്ത് ഏകദേശം പൂർണ്ണമായി പരിശോധിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ജീവന്റെ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഉദ്യോഗസ്ഥർ അതുകൊണ്ട് തന്നെ പറയുന്നത് അവിടെ ഒരു ജീവൻ ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. ഒരു പക്ഷേ ആദ്യം കിട്ടിയ സിഗ്നലുകൾ എലി പോലുള്ള ഏതെങ്കിലും ജീവികളാകാനുള്ള സാധ്യതയാണെന്നാണ് ഉദ്യോഗസ്ഥർ നമ്മളോട് പറയുന്നത്. അതായത് അവിടെ ഒരു മനുഷ്യന്റെ സാന്നിധ്യമല്ല, കാരണം ഒരു മനുഷ്യൻ അവിടെ കിടക്കാനുള്ള സാധ്യത ഇല്ല. വീണ്ടുമുള്ള പരിശോധനയിൽ ഫലം നെഗറ്റീവായി. അവിടുത്തെ മണ്ണ് മാറ്റിയും പരിശോധിച്ചു. അപ്പോൾ അവിടെ ഒരു മനുഷ്യന് വന്ന് തങ്ങാനുള്ള ഒരു തരത്തിലുള്ള സാധ്യതയും അവിടെ നിലവിൽ കാണാനില്ല. അതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് റഡാർ ഉപയോഗിച്ചുള്ള പരിശോധന ഇപ്പോൾ നിർത്തുകയാണ്. അത് ഇനി തുടർന്നിട്ട് കാര്യമില്ല എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് ഉദ്യോഗസ്ഥർ എത്തി. പക്ഷെ അതേസമയം തന്നെ ആർമിയുടെ പരിശോധന, ആ കലിങ്കിലെ മണ്ണ് മാറ്റിയുള്ള പരിശോധന ഇപ്പോഴും തുടരുന്നുണ്ട്. പക്ഷേ റഡാർ വെച്ചുള്ള പരിശോധനകൾ ഇനി നടത്തിയിട്ട് കാര്യമില്ല, കാരണം അതൊരു നെഗറ്റീവ് ആയി വന്നു, അല്ലെങ്കിൽ അവിടെ സിഗ്നലുകൾ ലഭിക്കാത്ത അവസ്ഥ വന്നു. അതാണ് അതുകൊണ്ട് തന്നെ അത് മാറ്റി ഇനി ആ പരിശോധന നടത്തിയിട്ട് കാര്യമില്ല എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയത്. അതായത് നമ്മൾ ഈ കണ്ട ഒരു സിഗ്നൽ, 2 സിഗ്നൽ, ആദ്യ സ്ട്രോങ് സിഗ്നൽ കണ്ടു എന്ന് പറഞ്ഞതൊക്കെ ഇനി ഒരു വ്യർത്ഥമാണ്. ഇനി നടത്തുന്ന ഈ പരിശോധന, അതിലൊന്നും നമ്മൾ കണ്ട ഒരു പ്രതീക്ഷയുടെ ഒരു വേലിയേറ്റം ഉണ്ടായിരുന്നില്ല. അതിൽ ഒരർത്ഥവുമില്ല. തീർച്ചയായും. അതായത് ഉദ്യോഗസ്ഥർ പറയുന്നത് അത് ആ സ്ഥലത്ത് അല്ലെങ്കിൽ ആദ്യം കണ്ടു എന്നുള്ളത് ശ്വാസത്തിന്റെ സാന്നിധ്യം കണ്ടു. പക്ഷെ പിന്നീട് മൂന്നാമത് പരിശോധിച്ചപ്പോൾ അവിടെ അങ്ങനെ ഒന്നും കണ്ടെത്തിയില്ല. അത് വ്യക്തമാക്കുന്നത് അവിടെ അപ്പോൾ ഒരു മനുഷ്യന്റെ സാന്നിധ്യം ഇല്ല എന്നുള്ളതാണ്. കാരണം ആ മണ്ണ് പൂർണ്ണമായും മാറ്റി, ആ ബേസ്മെന്റ് വരെയുള്ള ഭാഗങ്ങൾ മാറ്റി. അതുകൊണ്ട് തന്നെ അവിടെ ആരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുമില്ല. വീണ്ടും പരിശോധിച്ചപ്പോൾ ഒരു തരത്തിലുള്ള സിഗ്നലും ലഭിക്കുന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഒരു മനുഷ്യന്റെ സാന്നിധ്യം ഉണ്ടാകില്ല. ആദ്യം കണ്ടത് ഒരു പക്ഷേ എലിയോ മറ്റേതെങ്കിലും അത്തരത്തിലുള്ള ജീവികളോ ഒക്കെ ആകാനുള്ള സാധ്യതയാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അപ്പോൾ ആ ഒരു സിഗ്നൽ കണ്ടതായിരിക്കാം എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ ഇനി അവിടെ പരിശോധന നടത്തുന്ന ആവശ്യമില്ല എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയത്. ആ ഭാഗത്തെ പരിശോധന ഏകദേശം പൂർണ്ണമായി നിർത്തി. ഇനി അല്പം മാറി ഒരു ഓടയുടെ ഭാഗത്ത് മാത്രമാണ് JCB ഉപയോഗിച്ച് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. മറ്റ് സ്ഥലത്തെല്ലാം തന്നെ പരിശോധനകൾ ഏകദേശം ഇന്നത്തെ പരിശോധന പൂർത്തിയായിട്ടുണ്ട്.